ആദ്യം നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 3 ആഴ്ചയിലേറെയായി ഈ വാർത്തയുടെ പിറകെ തന്നെയാണ് ന്യൂസ് 18 വാർത്താ സംഘം. ധർമ്മസ്ഥലയിൽ നിഗൂഢ രഹസ്യങ്ങൾ കുഴിച്ചുമൂടിയ ആ മണ്ണിലേക്ക് ന്യൂസ് 18 സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബലാത്സംഗത്തിനിരയായി 100ഓളം പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചുമൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനപ്രദേശത്തു നിന്ന് KV ബൈജു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ആദ്യം കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലം. വലിയ തോതിൽ കാടുകൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 100ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടവും ഇവിടെ നിന്നാണ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരുപാട് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുണ്ടായ ആ സ്ഥലം ന്യൂസ് 18 സംഘം ഇപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലം ഇത് കുഴിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നിരന്തരം പറയുന്നത്. കോടതി പോലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും ഈ സ്ഥലത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരുപാട് മൺകൂരകൾ പോലെയൊക്കെ രൂപപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ ഒരു സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്റർ കൂടിയായ മനാഫ് കൂടി ചേരുന്നു. മനാഫ്, ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ന്യൂസ് 18 ആണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇതാണ്, ഇവിടാണ് ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമൻ്റെ വെളിപ്പെടുത്തൽ. ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം കാണാം. അപ്പം ഇതന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നത്. അതായത് ഇവിടെ ഇത്രയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും പോലീസിന്റെ ഒരു സംവിധാനം, ഒരു സംവിധാനവും ഇവിടെ ഇല്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവുകളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഒറ്റ സമാധാനമുള്ളൂ, ഇത് കുഴിച്ചിട്ടത് അറിയുന്നു. ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്, ഒരു സംശയമില്ല. റിസ്ക് ആണ്. പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആള്, ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് കൊണ്ടുവരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത്. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളോട്ടേക്ക് അന്ന് നമ്മൾ നടന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നടന്നു പോയാൽ അവിടെ ആണുള്ളത്. പല സ്ഥലത്തും അടയാളങ്ങൾ ഉണ്ട്. അതിപ്പോ ഒരു 11 കൊല്ലം പഴക്കമുള്ള അടയാളങ്ങളാണ് അയാളത്. ഇതാണ് ശുചീകരണ തൊഴിലാളിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ് മൃതദേഹം അടക്കം ചെയ്തത്? തീർച്ചയായിട്ടും അയാൾക്ക് ഈ മരങ്ങളിലും ഈ ഓരോ മരത്തിനും ഒക്കെ ഒരു അടയാളങ്ങളുണ്ട്. അത് പ്രകാരം ഇവിടെ തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ. ഈ സ്ഥലം കൃത്യമായി കളച്ച് പരിശോധിക്കുക, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലേ? അതെ അതെ, അത് സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരൂഹതക്ക് മറനീങ്ങി പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും അനന്യ ഭട്ടിൻ്റേത് ഉൾപ്പെടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അവർ കുടുംബം പോലും വിശ്വസിക്കുന്നത്. ഇവിടെ അധികം ദൂരം നമ്മൾ ഇതിലെ അകത്തേക്ക് നടക്കുന്നില്ല. കാരണം ഒരു പക്ഷേ ആ മൃതദേഹത്തിൽ ചവിട്ടിയായിരിക്കും നമ്മൾ ഈ പ്രദേശത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും 100 മൃതദേഹങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശമാണ് പരിശോധിക്കേണ്ടത്. ഇവിടുന്ന് മുതൽ ഒരു ഏക്കറോളം സ്ഥലങ്ങളാണ്. ഇത് വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഇവർ പരിശോധിച്ചാൽ പല തെളിവുകളും ഞെട്ടുന്ന, മണ്ണിൽ മൂടപ്പെട്ട നിരവധി രഹസ്യങ്ങൾ പുറത്തു വരും. അത് തന്നെയാണ് നിരന്തരം ന്യൂസ് 18 ആവശ്യപ്പെടുന്നത്, ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം കൂടുതൽ ഇവിടെ ചവിട്ടി ഇങ്ങനെ പോകുന്നത് അത് സങ്കടകരമാണ്. അത് ഈ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സുരക്ഷ പോലും ഒരുക്കിയിട്ടില്ല. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തിയ സ്ഥലം ഇതിന് കുറച്ച് മുകളിലാണ്. അപകടകരമായ അങ്ങേയറ്റം ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടു പോകാവുന്ന ഒരു പ്രദേശമാണ്.
ഒരുപാട് ആളുകൾ നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണിക്കണം എന്ന് നേരത്തെ തന്നെ കരുതിയതാണ്. എന്ത് റിസ്ക് എടുത്താലും ഒരുപാട് ആളുകളുടെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന ഡീസൽ ഒഴിച്ച് കത്തിച്ചെന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കനത്ത മഴയാണ് ഇവിടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ മഴയെ പോലും വകവെക്കാതെ മഴയെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഈ മണ്ണിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ നടന്ന് ഈ ഭാഗത്തൂടെ നടന്ന് പോകുന്നതിൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശമാകെ ഒരു കിളച്ച് പരിശോധിക്കേണ്ട പറഞ്ഞ പ്രദേശമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തി അഭിഭാഷകർക്കൊപ്പം എത്തി ഇത്തരത്തിൽ 1 മണിക്കൂറോളം കാത്തുനിന്ന് പോലീസ് വരാത്തതോട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ഒരു ചാനൽ ഈ സ്ഥലത്തെത്തുന്നു. നിബിഡ വനമാണ് ഇവിടെ. ഇതിന് അകത്തോട്ട് വലിയ തോതിൽ വനമുണ്ട്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തുടക്കത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഈ തലയോട്ടി കണ്ടെത്തിയത് ഇവിടെ നിന്നാണ്. ആ തലയോട്ടി ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കാണ് അയച്ചിട്ടുണ്ട്. എന്നാലും മഴ കൂടി വരികയാണ്. ഈ പ്രദേശം പ്രേക്ഷകർക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഈ പ്രദേശം കിളച്ച് പരിശോധിച്ചാൽ ധർമ്മസ്ഥലയിലെ പല മൂടപ്പെട്ട രഹസ്യങ്ങളും പുറത്തു വരും. എന്തായാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ വൈകാരികമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഒരുപാട് പേർ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മൃഗീയമായി ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ ഒരുപാട് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ള ഒരു പ്രദേശത്ത് വേണം ഇപ്പോൾ ഏതായാലും നമ്മളും നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ഇത്രയും ഈ ഒരു സുരക്ഷ പോലും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ദൃശ്യമെടുക്കാൻ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് ഇങ്ങനൊരു ദൃശ്യം എടുക്കാൻ ഇവിടെ എത്തിയതും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. ഏറ്റവും ദുരൂഹതകൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്കാണ് ന്യൂസ് 18 സംഘം എത്തിയിട്ടുള്ളത്. അവിടെ എത്തുന്ന ആദ്യ മാധ്യമ സംഘം കൂടിയാണ് ഞങ്ങൾ. അവിടെ ആ മണ്ണിനടിയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തു കേൾക്കുന്ന ഈ വാർത്തകളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള സംഗതികൾ എന്താണ്, വാസ്തവം എന്താണ് എന്നത് ആ മണ്ണിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുഴിച്ചു പരിശോധിക്കുക എന്നത് ഇപ്പോൾ ഇന്നലെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലും വരുന്ന കാര്യമാണ്. ഇന്നലെയാണ് DGP പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചത്. ധർമ്മസ്ഥലയിൽ ഭൂമിക്കായി മലയാളിയെ കൊലപ്പെടുത്തിയ കേസും SITയുടെ അന്വേഷണ പരിധിയിൽ വരും. ഇത് സംബന്ധിച്ച് ഇന്നലെ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് കൊല്ലപ്പെട്ട KJ ജോയുടെ മകൻ അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ സ്ഥലം തട്ടിയെടുക്കാനായി KJ ജോയിയെ കൊലപ്പെടുത്തിയ വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ മലയാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുന്നത് ഇത് പുനരന്വേഷണം നടത്തണമെന്ന ഒരു കാര്യമാണ്. അനീഷ് തന്നെ നമ്മോടൊപ്പം വീണ്ടും ഇന്ന് ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ അന്വേഷണത്തെ? സാറേ നമസ്കാരം. ഇന്നലത്തെ പോലെ അല്ല, ഇന്നിപ്പം നല്ല സന്തോഷമുണ്ട്. ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്ന് നല്ല സന്തോഷമുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചത് വളരെ നല്ലൊരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കും. നല്ലൊരു ടീമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ആക്ഷൻ കൗൺസിലുകാർ പറഞ്ഞതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ലൊരു ടീമിനെയാണ് രൂപീകരിച്ചേക്കുന്നത്. ഇത് നല്ലൊരു ഡെവലപ്മെൻ്റാണ്. ഇതിൽ എല്ലാവർക്കും ആർക്കെല്ലാം അവിടെ നീതി ലഭിക്കാനുണ്ട് എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ്. വളരെ സന്തോഷമുണ്ട് സാർ. ഈ ഒരു കൊലപാതകമാണെന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു വാഹനം ഇടിച്ച ഒരു മരണം പോലെയാണ് അന്ന് ഉണ്ടായത്. ഇനിയിപ്പോൾ അത് കൃത്യമായ അന്വേഷണം നടക്കുന്ന ഒരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും സാറേ, അത് നടക്കും. ഏതൊക്കെയാലും നടക്കും. നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു സാറേ. അതുപോലെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 20 ഏക്കറിലധികം 20 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. അവിടെ ചെന്നെത്താൻ സാധിച്ചിട്ടില്ല. അത് തിരിച്ചിട്ട് വന്നൊരു പ്രദേശിപ്പുണ്ട്. തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും അത് ലഭിക്കേണ്ടവർക്ക് കൃത്യം അത് ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സാറേ. മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ ഇതിൽ ഒരു കേസ് കൊടുക്കുന്നതുമായി മുന്നോട്ട് പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ തീരുമാനം എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും സാറേ, ഒരു കേരളത്തിൽ തന്നെ ഞാനൊരു കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഞാനൊരു കേസ് കൊടുക്കുന്നുമുണ്ട്. സൗജന്യ ആക്ഷൻ കമ്മിറ്റി അവർക്ക് ഞാൻ എൻ്റെ പൂർണ്ണമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ കുടുംബം അമ്മയോട് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട്. ഞാൻ വീട്ടിൽ പോയി വിളിച്ച് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഫുള്ള് സപ്പോർട്ടീവാണ്. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. എന്തായാലും 2018 ഏറ്റവും ഒടുവിലായി നമ്മൾക്ക് പുറത്തു വന്ന ഒരു വാർത്തയാണിത്. അതിൽ 7 വർഷത്തിന് ശേഷം
ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നുണ്ട്. അവർ ആ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഈ കാര്യവും അന്വേഷിക്കും. ഇതിൽ ആരൊക്കെ കുറ്റവാളികളായിട്ടുണ്ടോ അവരെ പുറത്തു കൊണ്ടുവരും. വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട്. അതായത് ഭൂമി ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കൂടി ആ കേസിൽ കൂടി അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ആ ഒരു കേസുണ്ട്. അത്തരം കേസുകളെല്ലാം പുറത്തുവരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ഈ വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ച KV ബൈജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ അനീഷിനെ അവിടെ നിന്ന്, കർണാടകയിൽ നിന്ന്, ഈ ധർമ്മസ്ഥലയിൽ നിന്ന് ഏത് വിധേനയും അതിർത്തി കടത്താനുള്ള ശ്രമം നടക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നമ്മളോടൊക്കെ സംസാരിച്ചതിന് ശേഷം ആരൊക്കെയോ പിന്തുടരുന്നു എന്ന് ആക്ഷൻ കൗൺസിലെ മനാഫൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഈ വലിയ സമ്മർദ്ദങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു സംഘത്തിന് കഴിയുമെന്ന് അവർ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ, അത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ അന്വേഷണം പോകുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ധർമ്മസ്ഥലയിൽ ഈ ഒരുപാട് രഹസ്യങ്ങൾ ഇത്തരത്തിൽ മൂടപ്പെട്ട ധർമ്മസ്ഥലയിൽ തന്നെയാണ് ന്യൂസ് 18 സംഘവും ഉള്ളത്. ഇതിന്റെ ഓരോ മിനിറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘം ഇവിടെ ഉണ്ടാകും. ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അത് പുറം ലോകം എത്തിക്കാനുള്ള ഒരു ഏക വഴിയാണ് നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ. എന്തായാലും അത് നമ്മൾ തുടരുമെന്ന് ആദ്യം തന്നെ അറിയിക്കട്ടെ. എന്തായാലും ഇന്ന് ഈ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആ ഒരു അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഇന്ന് അവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും. ധർമ്മസ്ഥല പോലീസിൽ നിന്നും ഈ രേഖകളൊക്കെ, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇന്ന് അവർ കൈമാറും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഈ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ വാക്കുകൾക്കപ്പുറം അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. ഒരുപാട് അദ്ദേഹത്തിന് നേരത്തെ കണ്ട, അത് നേത്രാവതി പുഴയുടെ തീരത്ത് മൃതശരീരങ്ങൾ ഒരുപാട് ഇത്തരത്തിൽ ഒഴുകിയെത്തുന്ന എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് അതിലും കൂടുതലായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയേക്കാം. അതിനൊപ്പം വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം, ഈ അനന്യ ഭട്ട് എന്ന ഒരു തിരോധാന കേസാണ്. MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ വിശദമായ മൊഴി ഒരു പക്ഷേ 23 വർഷങ്ങൾക്ക് ശേഷം ആ അമ്മക്ക് പറയാനുള്ള വാക്കുകൾ, അമ്മയുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ ഈ അന്വേഷണ സംഘം SIT തയ്യാറാകുന്നു എന്നതാണ്. അത് ഏറെ സന്തോഷകരമാണ്. ആ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് മകളുടെ അവസാനത്തെ അന്ത്യകർമ്മമെങ്കിലും ചെയ്യണമെന്ന ഒരു ആഗ്രഹം, അത് നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അമ്മയുടെ അവസ്ഥയും ഒക്കെ. അതിനുവേണ്ടി അവർ കയറാത്ത വഴികൾ, സ്ഥലങ്ങളില്ല, എത്താത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ, ഏതായാലും അവരുടെ ആ കാര്യങ്ങൾ കൂടി അവർക്ക് അത് സംഭവിക്കുന്നു. അവർ ഇവിടെ തന്നെ ഉണ്ട്, ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവർ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എന്നാലും നമ്മളും അവരുടെ സ്വാതന്ത്ര്യത്തെ അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മളും അവരെ ഇതാക്കുന്നു. കാരണം ഇത് സത്യങ്ങൾ തെളിയണമെന്ന് മാത്രമേ ന്യൂസ് 18 സംഘത്തിലും ആഗ്രഹമുള്ളൂ. എന്നാൽ അത്തരം നടപടികൾ കടക്കും. അപ്പോഴും ഈ സ്ഥലം കുഴിച്ച് പരിശോധന നടത്തുന്നത് സംബന്ധിച്ച് നമ്മൾ അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് എത്തിച്ചതാണ്. അത് സംബന്ധിച്ച ഒരു തീരുമാനം കുറച്ച് വൈകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. കാരണം ആക്ഷൻ കമ്മിറ്റിയുടെ ഉൾപ്പെടെ വാക്കുകൾ ഈ സംഘം കേൾക്കും. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തും, സുജാത ഭട്ടിന്റെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം മറ്റൊരു സന്തോഷകരമായ വാർത്ത, KJ ജോയ് വാഹനമിടിച്ച് കൊല്ലപ്പെട്ടെന്ന് പറയുന്ന KJ ജോയിയുടെ മകൻ അനീഷിന്റെ അവസ്ഥയാണ്. കുടുംബം 7 വർഷങ്ങളായി ഇവിടെ നിന്ന് പലായനം ചെയ്ത കുടുംബം. ആ കേസ് കൂടി ഈ SIT അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. അത് മാത്രമല്ല, അതിൽ മറ്റൊരു പുതിയ ഡെവലപ്മെന്റ് ഉള്ളത്, തളിപ്പറമ്പ് പോലീസിൽ ഇന്ന്, അതായത് കേരളത്തിൽ ആദ്യമായി ധർമ്മസ്ഥലയിലെ ഒരു കേസ് ഇന്ന് തളിപ്പറമ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. ആ KJ ജോയി കൊല്ലപ്പെട്ട കേസ് ഇന്ന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വരുന്നു. 10 മണിയോടുകൂടി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി മകൻ അനീഷ് അവിടെ പരാതി നൽകും. അങ്ങനെയാണെങ്കിൽ അതൊരു തുടക്കമാണ്. ധർമ്മസ്ഥലയിലെ കേസിൽ കേരള പോലീസ് കൂടി ഉൾപ്പെടാൻ പോകുന്നു. അതല്ലെങ്കിൽ ആ അന്വേഷണ സംഘത്തോടൊപ്പം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കേരള പോലീസിന്റെ ഒരു സംഘം കൂടി ഉണ്ടാകും. ആ പരാതി അവിടെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കേരള പോലീസ് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള
അട്ടിമറിക്കപ്പെട്ട പല കേസുകളും ഇത്തരത്തിൽ ഇനിയും കേരളത്തിൽ നിന്നും ആളുകൾക്ക് മർദ്ദനമേൽക്കേണ്ട സാഹചര്യവും നടത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. അവർ മറനീക്കി പുറത്തു വരാത്ത അല്ലെങ്കിൽ ഭയപ്പാടോടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കതൊരു ധൈര്യമാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വലിയ മാറ്റം ധർമ്മസ്ഥലയിൽ വന്നു തുടങ്ങി എന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം പോലും അസാധ്യമായ മേഖലകളിലൊക്കെ ചെന്നെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് ഭയം കൂടാതെ സ്കൂളുകളിലും മറ്റും പോകാൻ കഴിയുന്ന സാഹചര്യം, ആക്ഷൻ കമ്മിറ്റിക്കും വലിയ സന്തോഷം. അത് എന്തായാലും ഒക്കെ ഇന്നലെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും SITയുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ഒരു പക്ഷേ രാവിലെ തന്നെ ആ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നെത്തിയേക്കാം. ധർമ്മസ്ഥലയിൽ നിന്നും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ മുഴുവൻ കേസുകളുടെയും ഡയറി, അത് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്തരം മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഈ പ്രദേശം കുറിച്ച് പരിശോധിക്കുക. ഒരു പക്ഷേ അവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്, ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരം സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം അത് സീൽ ചെയ്ത് കൃത്യമായി പോലീസ് അതെ, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടന്നിട്ടും ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തുകയോ, അതിനൊന്നും വലിയ ചെലവുള്ളതല്ലല്ലോ. ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ നിന്ന് ഒരു പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടുകയോ ഒന്നുമില്ലെങ്കിൽ വലിയ തെളിവുകളുണ്ടെന്നോ പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ആ ഭാഗത്ത് അത്തരത്തിലുള്ള യാതൊന്നുമില്ല അല്ലേ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ? ഇല്ല ശ്രീജ, ഒരു തരത്തിലും ആ മേഖല സുരക്ഷിതമായി വെക്കാനോ ഇതിന്റെ എല്ലാം തെളിവുകളുടെ ഒരു കേന്ദ്രം അത് സുരക്ഷിതമായി വെക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. തിരിഞ്ഞു നോക്കിയിട്ടില്ല പോലീസ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ആ സ്ഥലമുള്ളത്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ പ്രദേശത്തിന് ചുറ്റും നമ്മൾ യാത്ര ചെയ്യുക ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ നേരിട്ട് ആ സ്ഥലത്ത് തന്നെ എത്തുന്ന സാഹചര്യം, അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സാഹചര്യം. അപ്പോഴും അവിടെ ഏതെങ്കിലും തരത്തിൽ ആ മേഖല സുരക്ഷിതമായി വെക്കുന്ന സാഹചര്യം ഇല്ല. ഈ ശുചീകരണ തൊഴിലാളി മാത്രം 100ഓളം പേരെ അവിടെ കുഴിച്ചിട്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം 2014 ഇവിടെ നിന്നും പലായനം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്, അദ്ദേഹത്തിന്റെ കുടുംബം. അതിനുശേഷം മറ്റാരെങ്കിലും ഉപയോഗിച്ച് എത്ര മൃതദേഹങ്ങൾ, അതല്ലെങ്കിൽ എത്ര നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരുടെ മൃതദേഹങ്ങൾ ഈ പ്രദേശത്തുണ്ടോ അതൊന്നും അറിയില്ല. അതിനൊന്നും ഒരു അന്വേഷണം നടത്താൻ പോലും, അതിനൊരു തുടക്കം കുറിക്കാൻ പോലും ഈ 2 ആഴ്ച പിന്നിട്ടിട്ടും പരാതി നൽകിയിട്ടും പോലീസ് തയ്യാറായിട്ടില്ല. ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അഭിഭാഷകരും ആക്ഷൻ കമ്മിറ്റിയും ഉൾപ്പെടെ നിരന്തരം ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാലും പ്രത്യേക അന്വേഷണ സംഘം സംബന്ധിച്ച് പൂർണ്ണ വിശ്വാസം ഈ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അവർ ആ ഒരു പരിശോധന നടത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ അടുത്ത ആഴ്ചയോ മറ്റുമായിരിക്കും അത്തരം നടപടികളിലേക്ക് ഇവർ കടക്കുക. ശരി, KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.